വേലായുധൻ പണിക്കശ്ശേരിയുടെ പഠന ഗവേഷണ ഗ്രന്ഥങ്ങളുണ്ട്. ബാലസാഹിത്യ കൃതികൾ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയുള്ള പുസ്തകങ്ങളാണ് അതൊക്കെ പിന്നീട് മറ്റുള്ള കുട്ടികൾക്കും വേണ്ടിയിട്ട് ആയിട്ട് അച്ചടിപ്പിച്ചാണ്. അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടങ്കഥകളും പഴഞ്ചൊല്ലുകളൊക്കെ ഞാൻ ശേഖരിച്ചു തുടങ്ങിയത്. അത് പുസ്തകമാക്കിയപ്പോൾ അതിന് വലിയ പ്രചാരം കിട്ടി. അങ്ങനെ 10,000 പഴഞ്ചൊല്ലുകൾ, 1000 കടങ്കഥകൾ, കുട്ടികളുടെ ശൈലി നിഘണ്ടു, കുട്ടികളുടെ പര്യായ നിഘണ്ടു, പഴഞ്ചൊല്ലിൽ പതിരില്ല, അങ്ങനെ കുറേ ബാലസാഹിത്യ കൃതികളും. ക്ലിയോപേട്ര ഒരു മലയാളി പെണ്ണാണ് എന്ന പുസ്തകത്തെക്കുറിച്ച് ചരിത്ര വസ്തുക്കൾ നിരത്തി വെച്ചിട്ടാണ് ഞാനത് എഴുതിയിട്ടുള്ളത്. എൻ്റെ ഒരു തിയറി, ഈ ഏറ്റവും ആദ്യത്തെ ജനവാസ കേന്ദ്രം ദക്ഷിണേന്ത്യയായിരുന്നു. ഏറ്റവും പഴക്കമുള്ള പാറകൾ, ജനവാസ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ളതും ദക്ഷിണ ഭാരതത്തിൽ നിന്നാണ്. അതുമാതിരി കേരളത്തിലാണ് ഏറ്റവും പഴയ നാവിക സഞ്ചാരികൾ ഉണ്ടായിരുന്നത്. ഈ ദ്രാവിഡ സംസ്കാരം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ധാരാളം തെളിവുകളുണ്ട്. ആ തെളിവുകളെല്ലാം ഹാജരാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. പ്രാചീന കേരളവും ഈജിപ്തും തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂരിൽ പണിക്കശ്ശേരി മാമുവിൻ്റെയും കാളിക്കുട്ടിയുടെയും ഇളയ മകനായ വേലായുധൻ പണിക്കശ്ശേരി 1956 മുതൽ 35 വർഷം സ്വന്തം നാട്ടിൽ മലബാർ ലോക്കൽ ലൈബ്രറി അതോറിറ്റിയുടെ ലൈബ്രറിയനായി തൊഴിലെടുത്തു. ഈ ഗ്രന്ഥാലയമായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റി. അക്കാദമിക് ചരിത്ര പണ്ഡിതർ വിസമ്മതിക്കുമ്പോഴും കേസരി മുതൽ P.K. ബാലകൃഷ്ണനും P.A. സെയ്ദ് മുഹമ്മദും K. ദാമോദരനും P.K. ഗോപാലകൃഷ്ണനും വരെയുള്ള ചരിത്രരചനയുടെ അനക്കാദമിക പാരമ്പര്യത്തിൽ ഈ ഗ്രന്ഥകാരനും സ്വന്തം ജ്ഞാനാധികാരം കൊണ്ട് ഇടം നേടുന്നു. നടരാജഗുരുവിനുള്ള ഋഷിയും ജ്ഞാനിയുമായ ഒരാളുടെ അഭിനന്ദനം ഏത് അംഗീകാരത്തെക്കാളും ശ്രേഷ്ഠമായി ഈ വിനീതനായ ചരിത്രകാരൻ കരുതുന്നു. വേലായുധൻ്റെ ഈ ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഈ സംതൃപ്തിയാണ്. എനിക്ക് ഞാൻ ഉദ്ദേശിച്ച മാതിരി വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തം പരിശ്രമം കൊണ്ട് എനിക്ക് കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഏത് സ്കൂളിലാണ് പഠിച്ചത്? നാഷണൽ ഹൈസ്കൂൾ. ആദ്യം അക്ഷരാഭ്യാസം തുടങ്ങിയത് ശ്രീനാരായണ UP സ്കൂളിലാണ്. എന്താ പിന്നെ കൂടുതൽ പഠിക്കാണ്ടിരുന്നു? അന്ന് അച്ഛൻ കുറേ അധികം സമ്പാദിച്ചിരുന്നു, ഭൂമിയൊക്കെ സമ്പാദിച്ചിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ കൊടുങ്കാറ്റിന് ശേഷം ഉള്ള നല്ല ഫലവൃക്ഷങ്ങളൊക്കെ വീണുപോയി. പിന്നെ സാധനങ്ങൾക്ക്, നാളികേരത്തിനൊക്കെ വളരെ വില കുറഞ്ഞു. മറ്റു വരുമാനങ്ങളൊന്നും അച്ഛനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ കുറച്ച് ഭൂമി വിറ്റിട്ടെങ്കിലും പഠിപ്പിക്കാൻ തീരുമാനിച്ചു. എനിക്ക് പാലക്കാട് വിക്ടോറിയ കോളേജിൽ സീറ്റ് കിട്ടുകയും ചെയ്തു. പക്ഷേ ഭൂമി വിൽപ്പന നടന്നില്ല. എൻ്റെ വിദ്യാഭ്യാസം തകർന്നു പോവുകയും ചെയ്തു. ഉയർന്നു പഠിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ആ ബാലമനസ്സിലേറ്റ ആ വേദന, ആ മുറിവിൻ്റെ വേദന എൻ്റെ വളരെയധികം ഭാവി ജീവിതത്തിന് പ്രേരകമായിട്ടുണ്ട്. അക്ഷരലോകത്ത് ഉറച്ചു നിൽക്കാൻ എന്നെ പ്രേരണ നൽകിയത് അതാണ്. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത്തരം എഴുത്തിനോടൊക്കെ ഉള്ള ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ കയ്യെഴുത്ത് മാസികേര പത്രാധിപരും മറ്റുമൊക്കെ ആയിരുന്നു. അന്നും പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിച്ചിരുന്നു ധാരാളം. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ പഠിക്കാൻ കഴിയാതിരുന്നത് പിൽക്കാലത്ത് ദുഃഖം തോന്നാൻ കാരണമായിട്ടുണ്ടോ? സങ്കടം തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആദ്യകാലത്ത് വളരെ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ എൻ്റെ പരിശ്രമം കൊണ്ട് നികത്തിയെടുത്തു. ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ മാനേജ്മെന്റ് ഉണ്ടല്ലോ. ആ സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് ഉണ്ട്. അതിന് പുറമെ എൻ്റെ പുസ്തകങ്ങൾ എനിക്ക് കോളേജിൽ പഠിക്കാൻ കഴിയാത്തതിൽ വളരെ വേദനയുണ്ടായിരുന്നു. എൻ്റെ എല്ലാ പുസ്തകങ്ങളും, മിക്ക പുസ്തകങ്ങളും ഒരു 40 കൊല്ലമായിട്ട് മാറി മാറി കോളേജിൻ്റെ വിവിധ തലങ്ങൾ, പ്രീ ഡിഗ്രി, ഡിഗ്രി, മലയാളം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോളേജ് അധ്യാപകന്മാർക്കൊക്കെ ഞാനൊരു പ്രൊഫസറാണ് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണെന്ന് ധാരണയുള്ളത്. പല കത്ത് വരുമ്പോഴും പ്രൊഫസർ എന്ന് പറഞ്ഞാൽ മുന്നിൽ വെച്ചിട്ടാണ് വരിക. പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ തന്നെയും അവരുടെ ആ നേട്ടങ്ങളൊപ്പം എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ വേലായുധൻ പണിക്കശ്ശേരി എന്നുള്ള പേര് വളരെ ചെറുപ്പത്തിൽ തന്നെ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സാറിൻ്റെ ഈ സഞ്ചാരികൾ കണ്ട കേരളം, മാർക്കോ, ഇത് രണ്ടും എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു സാറിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി നാളെത്തി കാണുന്ന ഒരു ഭയങ്കര പ്രതീതിയായിരുന്നു. വേലായുധൻ പണിക്കശ്ശേരി എന്ന് പറയുന്ന ആളുടെ പേര് വളരെ കുഞ്ഞിലേ തന്നെ കേട്ടിട്ടുണ്ട്.
വളരെ വൈകിയാണ് സാറിനെ നേരിട്ട് കാണാനായിട്ടൊരു അവസരം കിട്ടിയത്. അപ്പോൾ യഥാർത്ഥ ചരിത്രത്തിനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ജനങ്ങളുടെ ഇടയിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ചരിത്ര അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിന് സാറിൻ്റെ പുസ്തകങ്ങൾ ജിജ്ഞാസ ജനിപ്പിക്കുന്നതാണ്, പ്രചോദനം നൽകുന്നതാണ്. ഇപ്പോൾ ഭയങ്കര ഡെപ്തിലുള്ളതല്ല സാറിൻ്റെത്. ഏത് സാധാരണക്കാരനെയും ജിജ്ഞാസുവാക്കിയിട്ട് പിന്നീട് പഠിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം നൽകുന്നതാണത്. ശ്രീമൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ മുഖ്യ സംഭാവന എന്ന് പറയുന്നത് സാധാരണക്കാരനായ ശ്രീമാൻ വേലായുധൻ പണിശ്ശേരി ചരിത്ര സാധാരണക്കാരിൽ എത്തിച്ച ഒരു ചരിത്രകാരനാണ്. ഒരു പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻ അല്ല, എന്നാലും പല പ്രൊഫഷണൽ ഹിസ്റ്റോറിയനേക്കാൾ കൂടുതൽ ഈ മേഖലയിൽ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് മുഖ്യധാരാ മേഖലയിൽ കാണുന്ന മിക്കവാറും എല്ലാ ചരിത്രകാരന്മാരെയും ചരിത്രത്തിലേക്ക് ആകർഷിച്ചത് ശ്രീമാൻ വേലായുധൻ പണിക്കശ്ശേരിയാണ്. കേരളത്തിൽ ഒരു ചരിത്രത്തിൻ്റെ ഒരു തുടക്കം മലയാളത്തിലേക്ക് തുടക്കം കുറിച്ച് പണ്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഒരു പുന്നൂസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ മാറിയിട്ട് ഒരു ഇടക്കാലഘട്ടത്തിൽ മലയാളത്തിൽ ചരിത്രം അങ്ങനെ ഇല്ലാതൊരവസ്ഥ വന്നു. എല്ലാം എഴുതുമ്പോൾ ഇംഗ്ലീഷിലും മറ്റു ഭാഷകളിലുമാണ്. അപ്പോൾ അതിനൊരു മലയാളത്തിലൊരു ചരിത്രം, പിന്നെ പ്രത്യേക മറ്റുള്ളവർ പഠിക്കാത്ത വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എടുക്കാത്ത വിഷയങ്ങൾ, ഇപ്പോൾ മാർക്കോപ്പോള കണ്ട കേരളം, ഇബൻ ബത്തൂത്ത കണ്ട കേരളം, അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതും. ഒരുപക്ഷെ ഞാൻ പണിക്കശ്ശേരി സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും തോന്നിക്കുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് കുട്ടികളെ കൂടുതൽ ചരിത്രത്തിലേക്കും ചരിത്ര പഠനത്തിലേക്കും ആൾക്കാരെ ആകർഷിക്കാൻ ശ്രമിച്ചൊരു വ്യക്തി. ഇപ്പം ഞാനടക്കം തന്നെ MA പഠിക്കുമ്പോഴും ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പിള്ളേർ പുസ്തകം വായിച്ചിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാർ വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ പഠിപ്പിക്കുന്ന പിള്ളേരും ഇതിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ചരിത്രബോധം ജനങ്ങളിലേക്ക്, അത് സാധാരണക്കാരനിലേക്ക്. ഇപ്പം നമ്മളറിയാം, നമുക്ക് പഠിക്കുന്നവരും പഠിക്കാത്തവരുണ്ട്. ഈ പഠിക്കുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ല, വളരെ ലളിതമായ ഭാഷ, സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷ. അപ്പോൾ ആ ഒരു സാധാരണക്കാരനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയൊരു പുസ്തകമാണ് ആളുടെ. JNUവിൽ MA ചെന്നപ്പോഴാണ് അവിടെ വെച്ചിട്ട് പലരും വേലായുധൻ പണിക്കശ്ശേരി റിസർച്ച് സ്കോളേഴ്സൊക്കെ ചോദിക്കുന്നത്, കേരള പ്രാചീന ഇതിലൊക്കെ നടത്തുന്ന ഗവേഷണം നടത്തുന്നവരൊക്കെ ചോദിച്ചത്. അങ്ങനെയാണ് എനിക്ക് നാട്ടുകാരനാണ്, ചരിത്രം എഴുതുന്ന ആളാണെന്ന് അറിയാമെന്നല്ലാതെ പിന്നീടാണ് ഞാൻ കൂടുതലായിട്ട് വേലായുധൻ പണിക്കശ്ശേരിയെ കുറിച്ച് ഇതൊക്കെ വായിക്കാനും ശ്രമിക്കാനൊക്കെ ശ്രമിച്ചത്. അപ്പോൾ നമ്മൾ നടരാജഗുരുവിൻ്റെ ഒരു വാചകം ഉണ്ടായിരുന്നു, വേലായുധൻ പണിക്കശ്ശേരിയുടെ ഓരോ പ്രബന്ധവും വെസ്റ്റേൺ രാജ്യങ്ങളിലാണെങ്കിൽ ഓരോ PhDക്ക് കിട്ടുമായിരുന്നു എന്നുള്ളൊരു ഒരു നടരാജഗുരുവിൻ്റെ വലിയൊരു കോംപ്ലിമെൻ്റ് കിട്ടിയപ്പോഴാണ് നമ്മൾ ഇത്ര മഹത്വമുള്ളൊരു വ്യക്തിയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ തന്നെ കേരളത്തിൻ്റെ വൈദേശിക ബന്ധങ്ങൾ, പ്രാചീന കേരളത്തിലെ വൈദേശിക ബന്ധങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുള്ള വ്യക്തി ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറും 10ാം ക്ലാസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ, കോളേജിൽ പഠിക്കാൻ അവസരം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന് പണിക്കശ്ശേരി. അങ്ങനെയുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിന് ജീവിതത്തിലൊരു സൗകര്യം കിട്ടിയത് ഒരു ലൈബ്രറി സൗകര്യം കിട്ടി. ആ സൗകര്യം ശരിക്കും ഒരു ലക്ഷ്യബോധത്തോടുകൂടി, അർപ്പണബോധത്തോടുകൂടി, ഒരു പ്രയത്നശീലത്തോടുകൂടി പരിശ്രമിച്ചതിൻ്റെ പരിണതഫലമായിട്ടാണ് അദ്ദേഹം ഇന്ന് ഈ ഉന്നതമായ നിലയിൽ ചരിത്ര ഗ്രന്ഥങ്ങളടക്കം 40ഓളം കൃതികളുടെ ഒരു കർത്താവായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അദ്ദേഹത്തിന് പഠിക്കാൻ സാധിച്ചില്ല, കോളേജിൽ പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ അദ്ദേഹം ഇന്ന് കോളേജിലെ പാഠപുസ്തകങ്ങൾ വഴി ബിരുദധാരികളുടെ ഗുരുനാഥനാണ്. ഇങ്ങനൊരു അവസ്ഥയിൽ എന്താണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ വെറും ക്ലാസ്സിലിരുന്ന് പഠിച്ചാൽ പോരാ, അവനവൻ്റെ അധ്വാനം അതിന് വേണം. നിരന്തരമായ പഠനം ആവശ്യമാണ്. അല്ലാണ്ട് കുറച്ച് ഡിഗ്രി എടുത്തു അത് കഴിഞ്ഞ് ഞാൻ എല്ലാം ആയി എന്ന് പറയണതിൽ യാതൊരു അർത്ഥമില്ല. അറിവ് ഇങ്ങനെ ദിവസം കൂടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. How can you hold on to perfectly beautiful color? Make it look perfectly healthy with new paint. നമ്മുടെ പ്രപിതാമഹർ ജീവിതം നിർമ്മിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്ത അജ്ഞാത സ്ഥലങ്ങളിലായിരുന്നു അദ്ദേഹം സഞ്ചരിച്ചെത്തിയത്. റിട്ടയേർഡ് അധ്യാപിക ലീലയും ഡോക്ടറായ മകൻ ഷാജിയും കുടുംബവുമൊത്ത് ഏങ്ങണ്ടിയൂരിലെ നളന്തയിൽ സംതൃപ്ത ജീവിതം നയിക്കുമ്പോഴും പഴയ കാലത്തിന്റെ ഇനിയും പൂരിപ്പിക്കപ്പെടാത്ത കണ്ണികൾ കണ്ടെത്താനാണ് അദ്ദേഹം വ്യഗ്രതപ്പെടുന്നത്. വിവാദങ്ങളെക്കാൾ ഏറെ സംവാദാത്മകമാകണം ചരിത്രരചനാ മണ്ഡലം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എനിക്ക് മറ്റ് യാതൊരു ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നില്ല. സ്പോർട്സിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എൻ്റെ മുഴുവൻ സമയവും വായനയ്ക്കും പഠനത്തിനും. ലൈബ്രറിയിൽ എന്ന് വെച്ചാൽ ജോലിക്ക് ഞാൻ എൻ്റെ സെക്രട്ടറി ആയിട്ടൊരു കുട്ടിയെ വെച്ചിട്ടുണ്ടായിരുന്നു. ലൈബ്രറി സംബന്ധമായ വർക്കൊക്കെ അവർ ചെയ്യും.
എൻ്റെ മുഴുവൻ സമയവും വായനയ്ക്കും എഴുത്തിനും വേണ്ടിയിട്ട് ചെലവഴിച്ചത്. രാത്രി വന്നാലും ഞാൻ 1 മണി 2 മണി ടീച്ചർ നിർബന്ധിക്കുന്നവരെ ഞാൻ ഇരുന്ന് വായിക്കും. ഈ പുസ്തക വായനാശീലം മക്കൾക്കൊക്കെ എങ്ങനെ? മക്കൾക്ക് ധാരാളം വായനാശീലമുണ്ട്. അവർ വായിക്കുന്നല്ല എഴുതുന്നുമുണ്ട്. കാർഷിക ലേഖനങ്ങളാണ്. അതായത് മൃഗസംരക്ഷണ രംഗത്ത് എങ്ങനെ ചെലവ് ചുരുങ്ങി കുറഞ്ഞ രീതിയിൽ ഉള്ള പുതിയ സാങ്കേതിക വിദ്യകളെ പറ്റി കർഷകൻ, കർഷകശ്രീ തുടങ്ങിയ മാസികകളിൽ സ്ഥിരമായിട്ട് എഴുതാറുണ്ട്. നിങ്ങൾക്ക് ഈ പുസ്തകങ്ങളോടൊക്കെ ഉള്ള താല്പര്യം അന്നേ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഓ, വളരെയധികം. ഞങ്ങളൊക്കെ പുസ്തകങ്ങളാണ് ഞങ്ങളുടെ കളിക്കൂട്ടുകാർ. ടോയ്സ് എന്നൊക്കെ പറയണത് പുസ്തകങ്ങളാണ്. ഇപ്പം എനിക്ക് 4ാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ തന്നത് എനിക്ക് രാമായണമാണ്. 10 വോള്യം രാമായണമാണ് തന്നത്. 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാണ് എനിക്ക് തന്നത് 41 വോള്യം മഹാഭാരതമാണ്. സാറിന്റെ വീട്ടിലുള്ള പുസ്തകങ്ങള് ഞാൻ കണ്ട എല്ലാ മുറികളിലും പുസ്തകത്തിന്റെ ശേഖരം. ഏകദേശം എത്ര പുസ്തകങ്ങൾ ഉണ്ടാവും? എണ്ണം കൃത്യമായിട്ടില്ലെങ്കിലും വളരെ വലിയ ഒരു ശേഖരം എനിക്കുണ്ട്. എന്താണ് അങ്ങനെ ശേഖരിക്കാൻ കാരണം, എനിക്ക് എന്തെങ്കിലും സംശയം വന്ന് ചോദിക്കാൻ അടുത്തൊരാളില്ല. അപ്പോൾ എൻ്റെ പുസ്തകങ്ങളെ കൊണ്ട് തന്നെ സംശയങ്ങൾ തീർക്കണം. അത് പ്രധാനമായിട്ടും ഏത് വിഷയങ്ങളും അധികം ചരിത്രം, സംസ്കാരം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. മുകളിലെ റാക്കിൽ കുറച്ച് പൊതിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. അത് പേപ്പർ കട്ടിങ്സ്, ചില ലേഖനങ്ങളുടെയും കട്ടിങ്സും മറ്റും ഞാൻ എഴുതിയ ലേഖനങ്ങളുടെയും ഉണ്ട്. അല്ലാത്തതും ഓരോ വിഷയത്തെക്കുറിച്ച് അധികരിച്ചിട്ടുള്ള അതാണ് അവരെ നമ്പർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ റെഫറൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചുള്ളത് നോക്കണമെങ്കിൽ ആ 32 നമ്പറിൽ ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് 32-ലുള്ളതെന്ന്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് റെഫറൻസിലുള്ള രേഖകളായിരിക്കും അതിലുണ്ടാവുക. ചരിത്ര ഗവേഷണ രംഗം ഇപ്പോൾ എങ്ങനെയാണ്? എന്താണ് സാറിൻ്റെ അഭിപ്രായം? ചരിത്ര ഗവേഷണ രംഗത്തിലെ ഇളംകുളത്തിന് ശേഷം കാര്യമായ വർക്കൊന്നും മറ്റുള്ളവർ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും അധികം ചരിത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മലയാളത്തിൽ വേണമെങ്കിൽ എൻ്റെ പേരെടുത്ത ആൾക്കാർ പറയുന്നുണ്ട്. അതൊരു പക്ഷേ ശരിയായിരിക്കാം. മറ്റു കുറേ കോളേജ് അധ്യാപകന്മാരുണ്ട്. അവർക്ക് വേറെ ചില ലക്ഷ്യങ്ങളാണ് അതിനുള്ളത്. ആത്മാർത്ഥമായി ചരിത്രത്തിന് സമർപ്പിതമായിട്ടുള്ള ഒരു ജീവിതം അപൂർവം പേർക്കേ ഉള്ളൂ. മണപ്പുറത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ഉണർച്ചകളുടെ ഊർജം ഏറെ ഉൾക്കൊണ്ട ഈ ചരിത്രാന്വേഷകൻ സമൂഹത്തിന്റെ വർത്തമാനാവസ്ഥയെക്കുറിച്ച് അത്രയൊന്നും തൃപ്തനല്ല. നിരന്തരമായ പഠനത്തിലൂടെയേ ഒരു ജനതയ്ക്ക് സ്വന്തം ചരിത്രത്തിന്റെ തായ്വേര് കണ്ടെത്താനാവൂ എന്ന് ഈ ജ്ഞാനി ഓർമ്മിപ്പിക്കുന്നു. വർത്തമാനകാല സമൂഹം എങ്ങനെ വിലയിരുത്തപ്പെടും? വർത്തമാനകാല സമൂഹത്തിൽ അത് പറയുമ്പോൾ കുറേ രാഷ്ട്രീയമൊക്കെ വരും. പക്ഷേ എന്നാലും അതിന് കുറേ നല്ല വ്യക്തികൾ ഇപ്പോഴും ഉണ്ട്. ചരിത്ര സത്യം മാത്രം കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഭൂരിപക്ഷവും ചില പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അസത്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിരന്തരമായി പരിശ്രമിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് നേടാൻ കഴിയും. എൻ്റെ അനുഭവം അതാണ്. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിലൊരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശം